നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന എന്താ പറയുക ഇതേപോലത്തെ സ്പോർട്സ് പോസ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് ഇതിന് മാത്രം റീച്ച് കിട്ടുന്നത്, അതേപോലെ ഇതെങ്ങനെയാണ് ആൾക്കാർ ഇത്ര 5-10 മിനിറ്റ് കൊണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിടുന്നത്, ജസ്റ്റ് വേൾഡ് കപ്പിൻ്റെ മാച്ച് ഫിനിഷ് ആയ ടൈമിൽ തന്നെ ആൾക്കാർ ഇത് പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത് ഇതിൻ്റെ ഒക്കെ ഒരു A to Z കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇതിന് ഫസ്റ്റായിട്ട് ഞാൻ ജസ്റ്റിൻ്റെ ഫിഗ്മ ഓപ്പൺ ചെയ്യാം. ഞാൻ ചെയ്ത പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഒരു റീച്ച് കാണിച്ചു തരാം. സോ ഇറ്റ്സ് ലൈക്ക് 1.8 മില്യൺ, 1.6 മില്യൺ, 1.9 മില്യൺ, അറൗണ്ട് 1 lakh, അത് 2 lakh റീച്ച് ഉണ്ട്, ഇത് 6 lakh റീച്ച് ഉണ്ട്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനൊന്നും അധികം സമയം എടുത്തിട്ടില്ല. ഇറ്റ്സ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അത്ര എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താൽ ഇതേപോലെ പോസ്റ്റുകൾക്ക് ഇതിന് മാത്രം റീച്ച് ഉണ്ട്. നേരെ മറിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയ സാധനത്തിന് ഇത്ര റീച്ചും ഉണ്ടാവില്ല. പക്ഷെ ഇത് വെറുതെ റാൻഡംലി ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്തുകൊണ്ട് കിട്ടിയ റീച്ചൊന്നുമല്ല. ഇത് പർപ്പസ്ഫുള്ളി ഈ സാധനം കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസും എങ്ങനെയാണ് ഈ സാധനം വർക്ക് ആവുന്നതെന്നുള്ളതൊക്കെ ഒരു ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇത് ഫുള്ളി വർക്കാവുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്ററിൽ എന്ത് വിഷ്വൽ നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾ എന്ത് ടെക്സ്റ്റ് കൊടുക്കുന്നു, അതേപോലെ അത് ഏതൊക്കെ രീതിക്ക് നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്നു, ആൻഡ് നിങ്ങൾ ഏത് ടൈമിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഈവൻ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന മ്യൂസിക് വരെ ഇതിനെ ബാധിക്കും. സോ നമുക്ക് ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നൊരു രീതി പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഈ പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ പോസ്റ്റർ ഫസ്റ്റ് ഞാനിത് ഉണ്ടാക്കാൻ ഇടയായിട്ടുള്ളൊരു സന്ദർഭം വിവരിച്ചു തരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് പോർച്ചുഗലിൻ്റെ ഫസ്റ്റ് മാച്ച് DR കോങ്കോനെറ്റ് ഡ്രോ ആയി, എല്ലാവരും ലൈക്ക് കൈൻഡ് ഓഫ് റൊണാൾഡോ ഫിനിഷ്ഡ് എന്നുള്ള രീതിക്ക് സാധനമൊക്കെ പറഞ്ഞു. ദെൻ അതിന് ശേഷം ഒബ്വിയസ്ലി നമുക്ക് ഏറെക്കുറെ അറിയാം ഉസ്ബെക്കിസ്ഥാനായിട്ട് ഈസിയാണ് വിൻ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഇനി എന്ത് ടൈപ്പ് ഓഫ് പോസ്റ്റർ ഞാനവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു തോട്ട് വന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇമേജ് അല്ല, അത് ഇതിൽ കൊടുക്കുന്ന ഈ ഒരു കോപ്പിയാണ്. കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഈ ഒരു ആഡ് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിൽ. ഞാൻ ബേസിക്കലി ടൈറ്റിലിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഇമേജ് തപ്പല്ല. അല്ലാതെ ലൈക്ക് ഒരു ഇമേജ് കിട്ടിയതിന് ശേഷം അവിടെ എന്ത് ടൈറ്റിൽ മാച്ചാവുമെന്ന് ഞാൻ നോക്കില്ല. മേ ബി പലർക്കും പല രീതികാരം. സോ ഈ നോട്ട് ഫിനിഷ്ഡ് എന്നുള്ള കാരണം, ഈ നോട്ട് ഫിനിഷ്ഡ് വരാൻ കാരണം ഫസ്റ്റ് കളിയിൽ തന്നെ എല്ലാവരും റൊണാൾഡോ ഫിനിഷ്ഡ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ് വന്നു. സോ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് നോട്ട് ഫിനിഷ്ഡ് എന്നുള്ള സാധനം ഞാൻ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതിന് മാച്ച് ആവുന്ന ഒരു ഇമേജ് ഞാൻ ആദ്യം ഇത് കൈൻഡ് ഓഫ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് വേണമെന്നുണ്ടായിരുന്നു. റൊണാൾഡോ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ചിരിച്ച് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇമേജ് വേണമെന്നുണ്ടായിരുന്നു. ദെൻ ഈ ഇമേജ് എനിക്ക് 433 എന്നുള്ളൊരു പേജിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾക്ക് അറിയിക്കാര പേജ് അതിൽ ഇപ്പോൾ ലൈക്ക് പ്ലേയേഴ്സിന് ഇമേജസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 433 പോവാം, അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ പോവാം. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. 433 ദെൻ പിൻട്രസ്റ്റ് ഹ്യൂജ്. ഈ രണ്ട് ഇതാണ് ഞാൻ ലൈക്ക് ഇമേജ് കിട്ടാനായിട്ട് ഉപയോഗിക്കൽ. സോ ഇതെനിക്ക് 433 കിട്ടിയതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം ലൈക്ക് എനിക്ക് കിട്ടിയ ഇമേജ് എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് എനിക്ക് 433 കിട്ടിയ ഇമേജ്. ദെൻ ഇത് ഞാൻ അങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം. സോ ഇത് രണ്ടും എൻ്റെയർലി കുറേ മാറ്റങ്ങളുണ്ട്. ഇതിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ 433 ലോഗോ നിന്ന് റിമൂവ് ആക്കിയാണ്. ഇതൊന്ന് ചെറിയ രീതിക്ക് ഒരു കളർ ഗ്രേഡ് ചെയ്തിരിക്കണം. സോ ഈ എൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒബ്വിയസ്ലി എല്ലാവരും ചെയ്യുന്ന പോലെ ഫോട്ടോഷോപ്പ് പോവുക, ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എടുക്കുക. ഇതാണ് റേഷ്യോ. ഞാൻ ജസ്റ്റ് നോട്ട് ഫിനിഷ്ഡ് എന്ന് ഫയൽ കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം.
ഞാൻ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് ആൾക്ക് എടുക്കുന്നത്. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ലോഗോ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. സോ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഹീലിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സോ ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിമൂവ് ആക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൂൾസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലൈക്ക് ഒരു പരിധി വരെ നിങ്ങൾക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാതെ ഞാൻ നോർമലി ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോട്ടോഷോപ്പിൻ്റെ ഒഫീഷ്യൽ സബ്സ്ക്രിപ്ഷനുള്ളവർക്ക് ജസ്റ്റ് ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജനറേറ്റീവ് ഫില്ലിൽ പോയിട്ട് റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. സോ ആ ഒരു സാധനം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആയി കിട്ടും. ഓക്കെ, സാധനം റിമൂവ് ആയി. അപ്പോൾ ഞാൻ ഈ ഫോട്ടോഷോപ്പിൻ്റെ AI ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് നേരത്തെ കാണിച്ച പോലെ ഈ ഹീലിംഗ് ടൂൾ വെച്ചിട്ട് എറേസ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഞാൻ മേലക്ക് എന്നല്ല, ഈ സൈഡിലേക്ക് ഞാൻ കുറച്ച് എക്സ്പാൻഡ് ചെയ്തതാണ്. ഈ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പിൻ്റെ AI ഉള്ളവർക്ക് ഇത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബിക്കോസ് മോസ്റ്റ്ലി വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ സാധനം ആക്സസിബിൾ ആവണം എന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ജസ്റ്റ് ഓരോ പാർട്ടായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജനറേറ്റീവ് ഫില്ല് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. സോ ആ ഭാഗം ജനറേറ്റ് ആയിട്ട് കിട്ടും. വലിയ കുഴപ്പമില്ലാതെ കിട്ടി. നമുക്ക് പറ്റിയ ക്വാളിറ്റിയിൽ വന്ന് 3 വേരിയേഷൻസ് പൊതുവെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ രണ്ടാമത് ചൂസ് ചെയ്തു. പിന്നെ ലൈക്ക് ഇതിന് ശേഷം ബാക്കി ഇതേപോലെ ഇവിടെയും ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ സൈഡിക്കും ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ജനറേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിൻസ് എല്ലാവരുടെ അടുത്തും ഈ ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഈ ഇമേജ് ഒന്ന് ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്താൽ ഇത് എൻ്റെ ആർട്ട് ബോർഡ് സെലക്ട് ആവും. ദെൻ Ctrl+Shift+C അടിച്ചിട്ട് ഇത് കോപ്പി ചെയ്തു. ഇനി കോപ്പി ചെയ്തിട്ട് ഞാനിത് നേരെ ക്ലൗഡിൽ കൊണ്ടുപോയിടാണ്. ക്ലൗഡിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ പറയാണ്, ഐ വാണ്ട് ടു എക്സ്പാൻഡ് ദ ഇമേജ്. ഫോർ ദാറ്റ് ഐ നീഡ് ടു generate stadium backgrounds in the white area. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. ഗിവ് മീ പ്രോംപ്റ്റ് ഫോർ ദാറ്റ്. ഇറ്റ് ഷുഡൻറ്റ് ചേഞ്ച് ദി അത്ലീറ്റ് ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഇതിന് വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ എക്സ്പാൻഡ് ചെയ്യാനാകുമ്പോൾ കിട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. ഞാൻ പ്രോംപ്റ്റോടെ വന്നോളൂ. നമുക്ക് ജസ്റ്റ് ഈ ഇമേജ് കൊണ്ടുപോയിട്ട് ഒന്ന് GPT ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇമേജ് കൂടെ ആഡ് ചെയ്താണ്. മിക്കവാറും പ്രോംപ്റ്റ് തരില്ല. ഐ ക്യാൻ ഹെൽപ്പ് വിതൗട്ട് പെയിൻറ്റിങ് ബാക്ക്ഗ്രൗണ്ട് മാറ്റർ. ഞാൻ പ്രോംപ്റ്റ് കോപ്പി ചെയ്തു. ദെൻ പേസ്റ്റ് ചെയ്തു, ക്രിയേറ്റ് ഇമേജ്. ചിലപ്പോൾ ലൈക്ക് ഈ പ്ലേയേഴ്സിൻ്റെ ഫോട്ടോ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മേ ബി ഔട്ട്പുട്ട് തരില്ല. അത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തോന്നുന്നു. പിന്നെ ഈ ഫിഗ്മെൻ്റ് വീവ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ യൂസ് ചെയ്താൽ ആ ഒരു വിഷയം വരില്ല. ബട്ട് കുറച്ച് അടങ്ങാറ് കുറച്ച് പരിപാടിയാണ്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടി. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സാധനം ഈ ChatGPT കിട്ടുന്ന ഔട്ട്പുട്ട് എനിക്ക് പൊതുവെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ചെയ്യുന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇത് നമുക്ക് അപ്സ്കെയിൽ ചെയ്യണം. അപ്സ്കെയിൽ ചെയ്യാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഫിഗ്മെൻ്റ് വീവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സ്പെല്ലിംഗ് ആണ് നോക്കിച്ചാൽ വീവ് ഫിഗ്മ. ജസ്റ്റ് പോവുക, സ്റ്റാർട്ട് നൗ കൊടുക്കുക. നിങ്ങൾക്ക് നോർമൽ ലോഗിൻ പ്രോസസ്സാണ്. നോർമലി ഉള്ള പോലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് കയറിയാൽ മതി. ദെൻ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു.
ഇവിടെ ഞാൻ മുന്നേ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്. ഞാൻ ഒരു സെപ്പറേറ്റ് ഇത് കാണിച്ചു തരാം. ഞാൻ ഈ ChatGPTയിൽ ഡൗൺലോഡ് ചെയ്ത ഇമേജ് നേരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇവിടെ വേറെ സംഭവമുണ്ട്. നിങ്ങളുടെ ഫയൽ സൈസ് തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്യൂല. ഒരു ഫയൽ സൈസ് ഒരു 2 MB അങ്ങനത്തെ ഒരു റേഞ്ചിലൊക്കെ ആണെങ്കിൽ പൊതുവെ ഇത് എടുക്കുന്നത് കാണലുണ്ട്. ദെൻ നമുക്കിത് അപ്സ്കെയിൽ ചെയ്യണം. അതിന് ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്സ്കെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് അപ്സ്കെയിൽ റിയൽ ESRGAN വാട്ട് എവർ ഇറ്റ് ഈസ് അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടോപ്പാസ് ഇമേജ് അപ്സ്കെയിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഈ ടോപ്പാസ് യൂസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്സ് നല്ല രീതിക്ക് എടുക്കും. ഈ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഒരു ഇമേജ് അപ്സ്കെയിൽ ചെയ്യാനുള്ള ക്രെഡിറ്റ് തരുന്നത് 0.3 ആണ്. ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 150 ക്രെഡിറ്റ്സും ഉണ്ടാവും. സോ ഈ ടൂൾ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഈ നോട്ട്സ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ദെൻ റൺ മോഡൽ കൊടുക്കുക. അപ്പോൾ അത് എന്താണ് റൺ ആയിക്കോളും. ഇപ്പോൾ നമുക്ക് ആ ഒരു അപ്സ്കെയിൽ ചെയ്ത് ഔട്ട്പുട്ട് ഇവിടെ കിട്ടി. എന്നിട്ട് ഈ ജസ്റ്റ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് കറണ്ട് കൊടുക്കുക. സോ ഡൗൺലോഡ് ആവും. കണ്ട ഒരു 25 MB ഉണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനെന്ത് ചെയ്യും, ഈ സാധനം നേരെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യണം. ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രെയിം. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഫയൽ സൈസ് കൂടിയോണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇത് റീസൈസ് ചെയ്യുന്നതിന് മുമ്പ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. ദെൻ നേരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ മേജർ പരിപാടി കഴിഞ്ഞു. ഇനി ഇത് ജസ്റ്റ് ഇതിൽ ഈ സെലക്ട് സബ്ജക്റ്റ് എന്നുണ്ടാവും. ഇതിൽ ചിലപ്പോൾ ഈ ടൂള് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റൊണാൾഡോനെ സെലക്ട് ആക്കിയിട്ട് തരും. എന്നിട്ട് ജസ്റ്റ് കൺട്രോൾ കോപ്പി അടിക്കുക, ഒരു പുതിയ ലെയർ ആഡ് ചെയ്യുക, കൺട്രോൾ V അടിക്കുക. അപ്പോൾ സോ റൊണാൾഡോൻ്റെ ഒരു എക്സ്ട്രാ ലെയർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ഈ എൻ്റയർ സാധനം ഇതിപ്പോൾ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എൻ്റയർ സാധനം ഒന്ന് കളർ ഗ്രേഡ് ചെയ്യണം. കളർ ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ സാധനം എക്സ്പോർട്ട് ചെയ്തിട്ട് ലൈറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിൽറ്ററിൽ പോവുക, ക്യാമറ റോ ഫിൽറ്റർ എടുക്കുക. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കണ്ട. എനിക്കിഷ്ടമുള്ള പോലത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാട്ടിക്കൂട്ടലാണ്. നിങ്ങൾക്കിത് ചെയ്യാറില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം അതും ഈ പറഞ്ഞ പോലെ GPT-ക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെയ്ത് തരും. എല്ലാത്തിനും ആൾക്കാരുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കാണിച്ചില്ല എങ്ങനെയാണ് ഇത് കളർ ഗ്രേഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ചെയ്യുന്ന കളർ കറക്ഷനാണ്. കളർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കണ്ടില്ലേനു. അപ്പോൾ ഇതിൽ കൈൻഡ് ഓഫ് അതിൻ്റെ ഒരു തീമേ ഞാൻ ഒരു ഡാർക്ക് അങ്ങനത്തെ ഒരു ഡാർക്ക് മൂടി ടച്ച് അതിന് കൊടുന്നു. അതിനാണ് ആക്ച്വലി കളർ ഗ്രേഡിങ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഈ ലൈറ്റ് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കറക്ഷൻ എന്നാണ് പറയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് വേണ്ട ക്വാളിറ്റിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തുക. ഈ ടെമ്പറേച്ചറിൽ കളിക്കുമ്പോഴാണ് പൊതുവേ ഈ പരിപാടികളൊക്കെ സംഭവിക്കാറുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനത്തേക്ക് തന്നെ എത്തുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബ്രൈറ്റ്നസ് കൂട്ടി വെക്കാം, സാച്ചുറേഷൻ കുറച്ച് കൂട്ടാം. അടുത്ത പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ടെക്സ്ചർ. ഞാൻ നല്ലോണം പൊതുവെ കൂട്ടി വെക്കാറുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇത് ഇമേജ് ഞാൻ AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സ്കിന്നിലൊരു ഇത് കാണാം, ഒരു ടെക്സ്ചർ, ഒരു ടൈലേക്ക് സ്ട്രക്ചർ എന്ന് പറയാം. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ കുറച്ച് വെച്ചാൽ മതി. പക്ഷേ ഒരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യുക. ഹൂ കേസ്. ദെൻ ക്ലാരിറ്റി കൂട്ടുമ്പോഴാണ് അതൊന്നും കൂടി എടുത്ത് കാണിക്കുക. ബട്ട് ഐ തിങ്ക് ക്ലാരിറ്റി കുറച്ച് വെച്ചാൽ മതി. ദെൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഗ്രെയിൻസ്. എത്ര കൂട്ടിയാലും മതിയാവില്ല, പക്ഷേ ഇത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തോളൂ. ദെൻ ഇവിടെ കളർ മിക്സർ ഉണ്ടാവും. ഇപ്പോൾ കളർ മിക്സറിൽ എന്താ പറയുക, വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കളറൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. റെഡിൻ്റെ കളറ് റെഡ് വേണ്ട, ഈ യെല്ലോ കുറച്ച് കഴിഞ്ഞാൽ വാട്ടോറിറ്റീസ്. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കളിച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത് പ്രോപ്പർലി എങ്ങനെ വർക്കാവുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ്
വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചൊരു ലുക്കൊക്കെ ഈ സാധനം എത്തിക്കോളും. I don't know how to play with this stuff. Highlights, blending, എന്തൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത്, ഇതൊന്നും ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടും കൂടില്ല. ഓക്കെ, ഡീറ്റെയിൽ ഷാർപ്പനിങ് കുറച്ച് പ്രൊട്ടക്ഷൻ ടവർ. ഇത് ഞാൻ ഉദ്ദേശിച്ച കൊലത്തിലായിട്ടില്ല, ഇത് വേറെ എന്തോ ആയി മാറി. നമുക്കത് തൽക്കാലം മാറ്റിയെടുത്താൽ നമുക്ക് ഈ ജസ്റ്റ് ഇമേജ് ഒന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, GPT തന്നെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. GPT കൊണ്ടുപോയിട്ട് എടുത്തിട്ട് എന്നോട് പറയാം കളർ ഗ്രേഡ് ദിസ് ഇമേജ് ഇൻ എ വേ ലൈക്ക് ഇറ്റ് കൺവേസ് ദി ആക്ച്വൽ ഇമോഷൻ. ബേസിക്കലി നമ്മൾ ഉള്ള ഒരു ഇമോഷൻ കൺവേ ചെയ്യുമ്പോഴാണ് ഇത് പൊതുവെ ഈ സാധനം പോസ്റ്റേഴ്സൊക്കെ വർക്കാവുക. അല്ലാതെ ഇതിന് എന്താ പറയുക, അങ്ങനൊന്നുമില്ല. ബേസിക്കലി ഇമോഷൻ കൺവേ ആകുമ്പോഴാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊക്കെ തോന്നല്. ഡാർക്ക് ചിലപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഔട്ട്പുട്ട് മേ ബി കിട്ടും. ഇതിൽ ലൈക്ക് ഇതിങ്ങനെ ഒന്നല്ല, ഇതിൽ കുറേ എലമെൻറ്റ്സ് അവിടെയും ഇവിടെയൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇതങ്ങനെ നിൽക്കുന്നത്. ദെൻ വാട്ട്, ലെറ്റ്സ് സീ അപ്പോൾ ഇതിന് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. സോ ഔട്ട്പുട്ട് വലിയ കുഴപ്പമില്ലാത്ത പോലത്തെ കിട്ടി, പക്ഷെ എന്തൊക്കെ സ്കിന്നിന്മേൽ ഇത് കൊണ്ടുപോയി അരിപ്പാക്കി വെച്ചാണ്. ഇതാണ് AI പണി കൊടുത്തു കഴിഞ്ഞുള്ള വിഷയം. സോ യൂട്യൂബിൽ ഐ തിങ്ക് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് റൂമിൽ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒന്നുകൂടി ബെറ്റർ ആവും. ഞാൻ ഫോർ ദ മൊമെൻറ്റ് ഈ ഒരു ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഡാർക്കായ പോലെ നമുക്കൊരു ഫീലുണ്ട്. പിന്നെ ആ സ്കിൻ ടോണും ഒരു സുഖം കിട്ടില്ല. സോ ലെറ്റ്സ് ഗോ വിത്ത് ദിസ് ആൻഡ് കുറച്ച് കറക്ഷൻസ് ഇതിൽ വരുത്തി വെക്കും. റെഡിന് ഞാൻ ഒന്നാം ഇവിടെ ടെക്സ്ചർ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെക്സ്ചർ ക്ലാരിറ്റി റെഡ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതർവൈസ് ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ബ്ലൂ കളറ് ഒരു ഓക്കെ ഫീലാണ്. ഞാൻ തൽക്കാലം ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ കീപ്പ് ചെയ്യാം. ഇതിലേക്ക് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് സബ്ജക്റ്റ് പോവുക, സബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് വെക്കുക, ദെൻ അവിടെ പോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ഇവിടെ ആയിട്ടാണ് ആഡ് ചെയ്യൽ. സോ നിങ്ങളിപ്പോൾ ഡയറക്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ട് ആപ്പിൾ ഗാരമൗണ്ട് ഇറ്റാലിക് എന്ന ഫോണ്ടാണ്, ഫ്രീ ഫോണ്ടാണ്. ഞാൻ എൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്തു, നോട്ട് ഫിനിഷ്ഡ് എന്നുള്ള സാധനം. അത് ജസ്റ്റ് ഞാൻ സെൻറ്റർ അലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വിസിബിൾ അല്ല മീൻസ് ഒരു റീഡബിൾ അല്ലാത്തൊരു പോലെ ഒരു ഫീലുണ്ട്.
സോ ഞാൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ എടുത്ത ഒരു സബ്ജക്റ്റിൻ്റെ തൊട്ട് മേലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക, ഗ്രേഡിയൻറ്റ് പോവുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ലൈക്ക് ഇതിൽ താഴെ ഞാനൊരു ബ്ലാക്ക് കളറിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഷിറ്റ്, പച്ച റിമൂവ് ചെയ്യുക. ദെൻ ഇത് നേരെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. ഒരു താഴെ ഒരു ചെറിയ രീതിക്ക് വെച്ചാൽ മതി. ഈ സാധനം നേരെ അവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, Ctrl T പ്രസ് ചെയ്തിട്ട് ഇത് നേരെ ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കുക, ടോപ്പിക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ എത്ര താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാലും അത് സബ്ജക്റ്റിന് ഓവർലാപ്പ് ചെയ്ത് പോവില്ല. അല്ല സോറി, ഇതിൻ്റെ താഴെ വരുന്നു. അപ്പോൾ സബ്ജക്റ്റിന് ഓവർലാപ്പ് ചെയ്ത് അത് പോവില്ല. ഇത്രക്ക് വേണ്ട, ഒരു ഈ ലെവലിലൊക്കെ വെച്ചാലും മതി. അതിൻ്റെ ഒപ്പാസിറ്റി 100 ഒരു 80 90 എന്തെങ്കിലും കീപ്പ് ചെയ്താൽ മതി. 80 വെക്കാം. ദെൻ ഞാൻ ചെയ്യുന്ന വേറെ ഒരു പരിപാടിയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഈ സാധനം കംപ്ലീറ്റ് ആയി. ബട്ട് ഞാൻ ഉദ്ദേശിച്ചൊരു കളർ തീമയ്ക്ക് ഈ സാധനം എത്തിയില്ല, ബിക്കോസ് AI വെച്ചിട്ട് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വൽ കളർ ഗ്രേഡിങ് അറിയുന്നവർക്ക് ഒരു പരിപാടി എളുപ്പമായി. കാരണം ദെൻ ഇപ്പോൾ നോട്ട് ഫിനിഷ്ഡ് എന്നുള്ള സാധനം ആഡ് ചെയ്തു. ഈ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ടച്ചപ്പ് എന്നുള്ള പോലത്തെ ഞാൻ ചെയ്യുന്ന കുറച്ച് സാധനമാണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് ഏതൊക്കെ ഒരു ഓപ്ഷൻ, അതായത് Ctrl Shift Alt + E അടിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു ഇമേജ് ലെയർ മേലെ വന്ന് കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ പോയിട്ട് ഫിൽറ്ററിൽ പോവുക, ക്യാമറ ഫിൽറ്റർ എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ പോസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കളർ കറക്ഷൻ വരുത്തണമെങ്കിൽ, ഫൈനൽ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ ഞാൻ ചെയ്യുന്ന മെയിൻ പരിപാടി ഇതേപോലെ ഗ്രെയിൻസ് ആഡ് ചെയ്യുക. ഗ്രെയിൻസ് ആഡ് ചെയ്യുമ്പോൾ എത്ര ഓള പോസ്റ്ററാണെങ്കിലും ഒരു എന്തൊക്കെയോ ഒരു മെന വന്ന പോലെ, ഒരു വർക്കത്തുള്ള പോലെ തോന്നും. ദെൻ ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് ചെയ്തു തുടങ്ങിയൊരു പരിപാടിയാണ്, എവിടെയത് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അതിന് മുമ്പ് ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ, വിഗ്നെറ്റ് എന്നോ എന്താ അത്. ഈ ഡിസ്റ്റോർഷൻ ആഡ് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, ഇതൊരു പ്രത്യേകിച്ച് രസമാണ്. ഇതൊരു കുറച്ചൊരു എമൗണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈനസിൽ കീപ്പ് ചെയ്യണേ, പ്ലസ് ആയി കഴിഞ്ഞാൽ അത് ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു ഒരു -6 or 5 ഒക്കെ. ഇതെല്ലാത്തിനും കൊണ്ടുപോയി ചെയ്യരുത്, എല്ലാത്തിനും അത് വർക്കാവില്ല. സോ പരിപാടി ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഈ ലെയർ ഒന്ന് ഓഫാക്കി വെച്ചാൽ മതി. സോ പോസ്റ്റർ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് അതിന് മാത്രം ടൈമൊന്നും വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, ഈ നേരെ എക്സ്പാൻഡ് ചെയ്തു. കാരണം എനിക്ക് ഫോട്ടോഷോപ്പിൽ തന്നെ ഇതിൻ്റെ AI ടൂൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നേരെ ഫിഗ്മെൻ്റ് വ്യൂവിൽ കൊടുത്ത് അപ്സ്കെയിൽ ചെയ്തു. ദെൻ ഇങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഈ ടെക്സ്റ്റ് ആഡ് ചെയ്തു, കുറച്ച് ടെക്സ്റ്റേഴ്സും പരിപാടിയൊക്കെ ആയിട്ട് പരിപാടി കഴിഞ്ഞു. സോ ഇനി എക്സ്പോർട്ട് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാം, Ctrl Alt Shift W അടിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് ഐ തിങ്ക് ഞാൻ മാക്കിലെ സംഭവമാണ് പറഞ്ഞത്, നിങ്ങൾ വിൻഡോസിൽ എങ്ങനെ എനിക്കറിയില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. എക്സ്പോർട്ട് പോവുക, എക്സ്പോർട്ട് ആസ് കൊടുക്കുക, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, പരിപാടി എത്ര ഉള്ളൂ. ഇത് ഇനി പറയാനുള്ളൊരു സാധനം എന്താണ്, ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തോടെ ഇത് കഴിഞ്ഞില്ല. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൊടുക്കുന്ന ഇതിൻ്റെ പ്രോസസ്സ് ഫസ്റ്റ് ഞാൻ ഈ ടെക്സ്റ്റാണ് തീരുമാനിക്കൽ. ഈ ടെക്സ്റ്റ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സാധനം ഈ ടെക്സ്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പോസ്റ്റർ കാണിച്ചു തരാം. ഇത് നമ്മളെ ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം, അതായത് ഡേഗോ ജോട്ട മരിച്ച ദിവസമാണ്. സോ പോർച്ചുഗലിന് ആ ഒരു ജോട്ടക്കാർ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ ഞാൻ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തപ്പോൾ കുറേ ആലോചിച്ചു, കുറേ ടെക്സ്റ്റ് വേരിയേഷൻസ് ഞാൻ ഇതേപോലെ നമുക്ക് GPT-ക്ക് ഇട്ടെടുത്തിട്ട് തന്നെ പല വേരിയേഷൻസ് ഇങ്ങനെ എടുക്കാം. എനിക്ക് കുറച്ച് ക്ലിക്കായൊരു സാധനം ചെയ്യുന്നു, വിനിറ്റ് ഫോർ ജോട്ട എന്നുള്ള സാധനം. കാരണം കുറേ ആൾക്കാരും കമൻറ്റിൽ ഇതേ സാധനം പറഞ്ഞിട്ട്, അപ്പോൾ ആൾക്കാർ ഇമോഷനായിട്ട് കണക്റ്റ് ആവുന്ന ഉറപ്പാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത് പോസ്റ്ററിൽ ഇത് ആക്ച്വലി ഈ ഇമേജ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ റൊണാൾഡോ ജേഴ്സി പൊക്കി നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ അത് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് AIയിൽ കൊടുത്തിട്ട് അവിടെ ജസ്റ്റ്
ആ പ്ലെയറിൻ്റെ നെയിം ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ഡേഗോ ജോട്ട 21 എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ പോർച്ചുഗലിൻ്റെ 2026 വേൾഡ് കപ്പ് കിറ്റിൻ്റെ ജേഴ്സി കൊടുക്കണമെന്ന് പറഞ്ഞാൽ കിട്ടും. പിന്നെ ആ ഒരു ടൈമിൽ ഈ AI ഇപ്പോൾ ഈ ഫേമസ് പ്ലേയേഴ്സിൻ്റെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ടൊരു ഇതുണ്ട്, ഇഷ്യൂ ഉണ്ട്. മേ ബി എല്ലാവർക്കും അറിയാം. ദെൻ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഇതേപോലെ ജോട്ട വേൾഡ് കപ്പ് പിടിച്ച് നിൽക്കുന്ന 2 ഇമേജ് ഭയങ്കര ഒപ്പാസിറ്റി കുറച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു പോസ്റ്ററിൻ്റെ കോമ്പോസിഷൻ. സോ ഇത് ഞാൻ ആ പീക്ക് ടൈമിൽ തന്നെ ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ലൈക്ക് അതിൻ്റെ റീച്ച് നോക്കിയാൽ 68K ലൈക്ക് ഉണ്ട്, ലൈക്ക് 1.6 മില്യൺ വ്യൂസ് അതിന് വന്നു. സോ അതാണ്. സോ ഞാൻ പറഞ്ഞത് ഈ കോപ്പിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ പറ്റിയ വേറൊരു സാധനമാണ് ഇത്. ഇത് ആക്ച്വലി എല്ലാവർക്കും റയൽ മാഡ്രിഡിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്കായി ഫുട്ബോൾ കാണുന്നവർക്കറിയാം എന്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത്. അതായത് ആഞ്ചലോട്ടിൻ്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി റയലിനെതിരെ ഒരു ഗോൾ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു കംബാക്ക് നടത്തും, എസ്പെഷ്യലി ക്രൂഷ്യൽ മത്സരങ്ങളൊക്കെ ആണെങ്കിൽ. അതേപോലെ തന്നെയാണ് ഈ ജപ്പാനെതിരെയുള്ള മത്സരം സംഭവിച്ച്. സോ ആ ജപ്പാനെതിരെ തിരിച്ച് ബ്രസീൽ കംബാക്ക് നടത്തിയ അപ്പോഴാണ് ഞാൻ ഈ സാധനം എനിക്ക് കത്തണ്. ഞാൻ ആ ടൈമിൽ തന്നെ ഈ സാധനം വെച്ചിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. ഇത് ആക്ച്വലി പിൻട്രസ്റ്റിൽ ഒരു ചങ്ങായി കോഫി കുടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഞാനത് നേരെ ആഞ്ചലോട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് ഈ ബാക്ക്ഗ്രൗണ്ടിന് വലിയ പ്രസക്തി ഇല്ല, പക്ഷേ എഗെയിൻ ഈ സാധനം വർക്കായി. പക്ഷേ ഇതിന് വേറെ ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതായത് അടുത്ത കളി ലൈക്ക് നോർവേയും ബ്രസീലാണ്. സോ ഞാൻ വിചാരിച്ചു ലൈക്ക് ഒബ്വിയസ്ലി ബ്രസീലായിരിക്കും എന്നുള്ളത്. എന്നിട്ട് ഞാനിവിടെ ഈ സാധനം എൻ്റെ മൈൻഡിൽ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അതായത് നോർവേ എന്നുള്ളതാണ്. അപ്പോൾ നോർവേനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരാം. ഇപ്പോൾ ലൈക്ക് ആഞ്ചലോട്ടി സെറ്റ് നോ വേ ടു ക്വാർട്ടേഴ്സ്, ഇങ്ങനത്തെ ഒരു സാധനം. ഞാൻ എന്നിട്ട് ആഞ്ചലോട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചു. പിന്നെ നോക്കുമ്പോൾ ബ്രസീൽ തോറ്റു. സോ ഞാൻ നേരെ ആ ഫോട്ടോ വെച്ചിട്ട് ഹാൾഡിനെ റീപ്ലേസ് ചെയ്തു. കാരണം ഈ കളി ഞാൻ കാണണ്ട, ജസ്റ്റ് ഞാൻ പോസ്റ്റ് ബ്രസീൽ എന്തായാലും ജയിക്കും പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് കിടന്നുറങ്ങാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിനപ്പോൾ ഞാൻ കളി കണ്ടിരുന്നു. ദെൻ ഞാൻ ഇത് റീപ്ലേസ് ചെയ്തിട്ട് കൊടുത്തു. അതും വർക്കായി. കാരണം ഐ തിങ്ക് കുറേ ബ്രസീൽ ഐറ്റേഴ്സ് ഉണ്ടാവും. ലൈക്ക് ഇതിന് പിന്നെ വേറൊരു കൺസെപ്റ്റും ഉണ്ട്. ലൈക്ക് ആ ഒരു ചെസ് ബോർഡിൻ്റെ ഒരു സംഭവം ഞാൻ ആ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്തു. സോ ഞാൻ പറഞ്ഞ പോലെ ഈ കോപ്പിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഈ പോസ്റ്റർ ഞാൻ ചെയ്ത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലൈക്ക് വിനിറ്റ് ഫോർ ജോട്ട എന്നുള്ള സാധനം ഞാൻ മാച്ചിനെ മുന്നേ പോസ്റ്റ് ചെയ്തു. ആൻഡ് ആ മാച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ലൈക്ക് വി ഡിഡ് ഇറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റും വന്നു. അപ്പോഴും അത് വർക്കായി. പിന്നെ ഇതൊക്കെ വർക്കാൻ ഒന്നാമത് ഇത് പീക്ക് ടൈമിലാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. പീക്ക് ടൈമിൽ പോസ്റ്റ് ചെയ്തു. ആൻഡ് ഇതിൽ ഞാൻ അറ്റാച്ച് ചെയ്ത മ്യൂസിക്കിന് ലൈക്ക് ഇതിലിപ്പോൾ കാണിക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന മ്യൂസിക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലൈക്ക് അതൊക്കെ കണക്ട് ചെയ്യും ആൾക്കാർ ഈ ഒരു ഇമോഷനെ. ഒരാൾക്ക് ഈ ഒരു സാധനമൊക്കെ എത്ര ആൾക്കാർ ഓരോ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാനായിട്ടൊരു ത്വര വേണം ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ. എന്നാലും ഈ സാധനം കുറേ ആൾക്കാർക്ക് റീച്ച് ആവുള്ളൂ. ഇനി ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൽ വേറെ കുറച്ച് പോസ്റ്റുകളുണ്ട്. ലൈക്ക് എസ്പെഷ്യലി ഈ ഒരു പോസ്റ്റ്. ഇത് ആക്ച്വലി ഇതിൻ്റെ എല്ലാ സാധനവും കറക്റ്റാണ്. കാരണം അർജൻറ്റീന ഐ തിങ്ക് ഇത് ആരായിട്ടാണ് ഈജിപ്തിനായിട്ടുള്ള ഒരു കംബാക്ക് നടത്തി. അത് പറഞ്ഞാൽ ഒരു അന്യായ കംബാക്കിന്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇത് പോസ്റ്റ് ചെയ്യാനുള്ള ഈജിപ്തിനായിട്ട് തന്നെ തോന്നുന്നു പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി ഒന്നാമത്. സോ അപ്പോൾ തന്നെ അതിൻ്റെ കാര്യം തീരുമാനമായി. കാരണം പീക്ക് ടൈമിൽ പോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റീച്ചൊന്നും കിട്ടില്ല. അതേപോലുള്ളൊരു സാധനമാണ് ഇതും. ഇത് ഒന്നാമത് സ്പെയിനിന് കമ്പാരിറ്റീവ്ലി ഫാൻസ് കുറവാണ്. ദെൻ ഇത് പോസ്റ്റ് ചെയ്ത ടൈമിങ്ങും നല്ല രീതിക്ക് മാറ്റേണ്ടി വരും. സോ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ ആഡ് ചെയ്യുന്ന കോപ്പി ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇതും അതിനൊരു വേറെ എക്സാമ്പിളാണ്. സ്റ്റിൽ നത്തിങ് ലെഫ്റ്റ് പ്രൂവ് സ്റ്റിൽ നോട്ട് ഫിനിഷ്ഡ് എന്നുള്ള ലൈക്ക് ഒരു സെമി ജയിച്ചപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. പിന്നെ ചിലത് ടെക്സ്റ്റ് ഇല്ലാതെയും വർക്കാവും. ലൈക്ക് ഇത് കൈൻഡ് ഓഫ് സ്പെയിൻ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തപ്പോൾ ലോഡിങ് എന്നുള്ളൊരു സാധനം ആൻഡ് ഒബ്വിയസ്ലി സംഭവിച്ചു. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് വൈറലാവണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന വിഷ്വൽ, അതിൽ ആഡ് ചെയ്യുന്ന കോപ്പി, അതിൽ ആഡ് ചെയ്യുന്ന നിങ്ങൾ എന്ത് ഇമോഷനാണ് കളർ ഗ്രേഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ടൈം, അതേപോലെ അതിൽ ആഡ് ചെയ്യുന്ന മ്യൂസിക്, ഇതൊക്കെ അതിനെ മാറ്റർ ചെയ്യും. സോ ഇങ്ങനെയാണ് ബേസിക്കലി
ഈ ഒരു സാധനം വർക്കായത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പ്രോസസ്സ് എന്നുള്ളത്. ഇതിപ്പോൾ വീഡിയോ ലെങ്ത്താന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷനിലല്ല പണി, ഇതിൻ്റെ ഒരു തിങ്കിങ് പ്രോസസ്സിലാണ് പണി. നിങ്ങൾക്കൊരു ആൾക്കാരെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ആ രീതിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലത്തെ കോപ്പീസ് കണ്ടുപിടിക്കാനും ഇങ്ങനത്തെ കൺസെപ്റ്റിലോട്ട് എത്താനും പറ്റുള്ളൂ. സോ ഐ തിങ്ക് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ബൈ.